السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حالتنا أدركنا يا رسول الله صلى الله عليه وسلم. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحمين الملك الجبار يا الله، നിന്റെ ഫضل കൊണ്ട് റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട്, നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട്, ഇവിടെ അന്തിയുറങ്ങുന്ന മഹാന്മാരെ കൊണ്ട്, ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ഉറൂസ് പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ എത്തിപ്പെട്ട സാദാത്തുക്കൾ ഉലമാ ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ടവരുണ്ടോ, നാട്ടിലും പരിസര നാടുകളിലും വിശിഷ്യ ഗൾഫ് നാട്ടിലും ഉൾപ്പെടെ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട്, എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, രോഗികളാക്കല്ല അല്ലാഹ്, അസ്സത്ത് തകർക്കല്ല റബ്ബേ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനെ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ ഉലമയും നൂറുൽ ഉലമയും സയ്യിദുന പൊസോട്ടു തങ്ങളും ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി മഹാനായ സയ്യിദ് അതാഉള്ള തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട സാദാത്തുക്കൾ ഉൾപ്പെടെ എല്ലാവരുടെയും ദറജ ഉയർത്തണം റഹ്മാനെ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സയ്യിദ് അതാഉള്ള തങ്ങളടക്കമുള്ള സാദാത്തുക്കൾ, മറ്റു പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കാരണവന്മാരെ, നേതാക്കളെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, മുത്തഅല്ലിമുകളെ, മാന്യ സഹോദര സഹോദരിമാരെ, ഉദ്യാപുരം 1000 ജമാഅത്തിൽ നടന്നു വരുന്ന ഉറൂസ് മജ്ലിസിലാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. പരിശുദ്ധമായ വെള്ളിയാഴ്ച രാത്രി പാതിരാത്രിയോടടുത്ത ദുആക്ക് ഇജാബത്തുള്ള സമയം, നിരവധി സാദാത്തുക്കൾ, ആലിമീങ്ങൾ സമ്മേളിച്ച, മുത്തഅല്ലിമുകൾ സംബന്ധിച്ച ഈ മഹത്തായ പരിപാടി എന്തുകൊണ്ടും ദുആക്ക് ഇജാബത്തുള്ള സദസ്സാണ്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹാന്മാരുടെ ഉറൂസ് നടത്തുക അത് വലിയ ബർക്കത്താണ്. ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇപ്പം മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താ?
മൗലിദ് കൊണ്ടുള്ള ഉദ്ദേശം എന്താ? മൗലിദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം പ്രസവിച്ച സ്ഥലം, പ്രസവിച്ച സമയം അല്ലേ? ഗൗസുൽ ആദം ഷെയ്ഖ് ജീലാനി തങ്ങളുടെ മൗലിദ് നടക്കുന്ന സമയം എല്ലാ സ്ഥലത്തും. മൗലിദ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? മഅാനി ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയാം മൗലിദ് കൊണ്ടുള്ള ഉദ്ദേശം തസ്മിയത്തുൽ കുല്ലി ബിജുസ്ഇൽ കുല്ലി, കുല്ലിൻ്റെ ജുസ്ഇന് കുല്ല് കൊണ്ട് പേര് വെക്കുക. മസലൻ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു പശുക്കുട്ടിയുടെ ചർച്ച അൽ-ബഖറ സൂറത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഉൾപ്പെടുത്തിയതിനാൽ ആ സൂറത്തിന് പിന്നെ സൂറത്തുൽ ബഖറ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇതുപോലെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മൗലിദിലും ഗൗസുൽ ആദമിൻ്റെ മൗലിദിലും ഉള്ളാൾ സയ്യിദ് ഷരീഫുൽ മദനി തങ്ങൾ ഉപ്പാപ്പാൻ്റെ മൗലിദിലും അങ്ങനെ തുടങ്ങി സകല മഹാന്മാരെ മൗലിദിലും ഉള്ളതെന്താണ്? അവരുടെ ബഹുമാനം, അവരുടെ മദ്ഹുകൾ അല്ലേ, അവരുടെ താരീഖുകൾ. ഇത് ഖുർആനിലില്ലേ? ഖുർആനിൽ കലീമുല്ലാഹി മൂസ, ഖലീലുല്ലാഹി ഇബ്രാഹിം, റൂഹുല്ലാഹി ഈസ അലൈഹിമുസ്സലാത്തു വസ്സലാം തുടങ്ങിയ 25ഓളം വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനം ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഔലിയാക്കളുടെ ബഹുമാനം ഖുർആനിലുണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ ഈ ആയത്ത് വിശദീകരിച്ച് ഔലിയാക്കളുടെ ബഹുമാനം ധാരാളം എഴുതി വെച്ചിട്ടുണ്ട്. ഇമാം തൊബരി എഴുതിയിട്ടുണ്ട്, ഇമാം ഖുർത്തുബി എഴുതിയിട്ടുണ്ട്. ശുഹദാക്കളുടെ ബഹുമാനം ഖുർആനിലുണ്ട്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ഇതൊക്കെ അസ്ഹാബുൽ കഹ്ഫിൻ്റെ ചരിത്രം ഖുർആനിൽ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഔലിയാക്കളുടെ ബഹുമാനം, അമ്പിയാക്കളുടെ ബഹുമാനം, ശുഹദാക്കളുടെ ബഹുമാനം ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സാക്ഷ്യപ്പെടുത്തുമ്പോൾ മദ്ഹ് പറയാൻ പറ്റൂല, മൗലിദ് ഓതാൻ പറ്റൂല, ഉറൂസ് നടത്താൻ പറ്റൂല എന്ന നിലക്ക് ആരെങ്കിലും ഖുർആന്റെ പേര് പറഞ്ഞ് രംഗത്ത് വന്നാൽ അവർക്ക് വിശുദ്ധ ഖുർആൻ മറിക്കാൻ അധികാരമില്ല. അങ്ങനെയുള്ള ആളുകൾ അവസാന കാലഘട്ടം വരും. ഇമാം ദൈലമി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ദിക്റുൽ അംബിയാ ഇബാദ, അംബിയാക്കളെ ബഹുമാനം പറയൽ അത് ഇബാദത്താണ്. വദിക്റു സ്വാലിഹീന കഫാറ, ഔലിയാക്കളെ ബഹുമാനം പറയാ, സാദാത്തുക്കളുടെ ഉറൂസ്, ഔലിയാക്കളെ ഉറൂസ്, അതെല്ലാം അതാണ് ഉറൂസിൽ മഹാന്മാരെ ബഹുമാനം പറയലാണ്, അവരെ മദ്ഹ് ചെയ്യലാണ്. അതെല്ലാം മനുഷ്യരുടെ തെറ്റുകുറ്റങ്ങൾ പൊറുപ്പിക്കാൻ വലിയ കാരണമാണെന്ന് ഖാല റസൂലുള്ളാഹി. ഇത് ഹബീബായ തങ്ങൾ പറയുമ്പോൾ ഉറൂസുകൾക്കെതിരെ ആരെങ്കിലും നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ പൂർവകാല മഹാന്മാര് നമുക്ക് കാണിച്ചു തന്ന വിഷയം, മഖാമിലെ ഉറൂസുകൾ, മഹാന്മാരുടെ ആദരവുകൾ, മഹാന്മാരിൽ നിന്നുള്ള ബർക്കത്തെടുക്കല്, മഖ്ബറകളിലുള്ള ബർക്കത്തെടുക്കല്, ഇങ്ങനെ തുടങ്ങിയ പൂർവകാല സച്ചരിതരായ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ആശയത്തിനെതിരെ ആരെങ്കിലും ഇസ്ലാമിന്റെ ഖുർആന്റെ പേര് പറഞ്ഞ് നമ്മുടെ മുമ്പിലെത്തിയാൽ അല്ലാഹുവിന്റെ ഹബീബ് സാക്ഷ്യപ്പെടുത്തുകയാണ്, യകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂന യതൂനകും മിനൽ ഹദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉകും ഫയ്യാകും വഇയ്യാഹും ലാ യുളില്ലൂനകും വലാ യഫ്തിനൂനകും. അവസാന കാലഘട്ടം വരുമ്പോൾ നിങ്ങളും നിങ്ങളെ പൂർവ്വകാല പിതാക്കളും കേൾക്കാത്ത കള്ളം പറയുന്ന ദജ്ജാലൂന തങ്ങളെ പരിചയപ്പെടുത്തൽ, വഞ്ചകന്മാർ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതും ഹദീസ് പറയും. അപ്പൊ സാധാരണക്കാര് അവാമുന്നാസ് മനസ്സിലാക്കും, ഖുർആനിൽ അങ്ങനെ ഉണ്ടോ, ഹദീസിൽ അങ്ങനെ ഉണ്ടോ? ഇങ്ങനെ ജനങ്ങളെ ഈമാനൊക്കെ കബളിപ്പിക്കുന്ന കക്ഷികൾ രംഗത്ത് വന്നാൽ തങ്ങൾ പറയാണ്, ഫയ്യാക്കും നിങ്ങൾ സൂക്ഷിച്ചോ, വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിച്ചോ, ലാ യുളില്ലൂനകും നിങ്ങൾ വഴികേടുത്തരത്തിൽ അകപ്പെടരുത്, വലാ യഫ്തിനൂനകും നിങ്ങൾ ഫിത്നയിൽ അകപ്പെട്ടു പോകരുത്. പരിശുദ്ധ ഇസ്ലാം, അല്ലാഹുവിന്റെ ഹബീബിന്റെ അസ്ഹാബ്, വിശുദ്ധ ഖുർആന്റെ സാക്ഷ്യപ്പെടുത്തൽ കണ്ടില്ലേ, ആമിനു കമാ ആമനന്നാസ്, സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കാനാണ് ഖുർആൻ പറഞ്ഞത്. എങ്ങനെയാണ് ആ സ്വഹാബത്ത് തങ്ങളെ ഉൾക്കൊണ്ടത്? അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, ലോകത്ത് ഖുർആൻ കഴിഞ്ഞാൽ സകല പുത്തൻവാദികളും ഒരുപോലെ അംഗീകരിക്കുന്ന സ്വഹീഹുൽ ബുഖാരി മറിച്ചു നോക്കിയാൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബ് വുളു എടുക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ കാദു യഖ്തതിലൂന അലാ വളൂഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ അഅ്ളാഹുകളിൽ നിന്ന് ഒഴുകിയൊലിക്കുന്ന വെള്ളം പിടിച്ചെടുക്കാൻ സ്വഹാബത്ത് യുദ്ധത്തിന് സമാനമായ നിലക്ക് തിക്കും തിരക്കും കൂട്ടിയിരുന്നു. എന്നിട്ട് കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്ന ആളുകൾക്ക്
കിട്ടിയ ആളുകൾ അതിന്റെ ബലല് നനവ് കൈമാറി ബറക്കത്ത് കൈമാറിയിരുന്നു. ആ മഹാന്മാരായ സ്വഹാബത്തിന് ഇഷ്ഖിനും ഹബ്ബിനും പരിധിയില്ലാതെ ഹബീബിൽ അങ്ങ് ലയിച്ചപ്പോൾ അള്ളാഹു അവരെ കബൂലാക്കി വലിയ ദറജ നൽകിയിട്ട് സ്വഹാബത്തിന്റെ ബഹുമാനം തങ്ങൾ ലോകത്തിന് കൈമാറുകയാണ്. അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. അങ്ങനെയുള്ള മഹാന്മാരായ സ്വഹാബത്ത് തങ്ങളെ ഹയാത്തിലും വഫാത്തിലും യാ റസൂലല്ലാഹ് പ്രശ്നമുണ്ടാകുമ്പോഴും ഏത് സമയത്തും തങ്ങളെ വിളിച്ചു. സ്വഹാബത്ത് തങ്ങളെ വിളിച്ചു. ആ സ്വഹാബത്തിൽ നിന്ന് ദീൻ കൈമാറിയ ഇമ്മത്തുകളും അതുപോലെ ഹബീബിനെ വിളിച്ച് ഇസ്തിആദ ചെയ്തു. അങ്ങനെയുള്ള വിഷയം പാടില്ല എന്ന് പറഞ്ഞ് ഇബ്നു തൈമിയ എന്ന വ്യക്തി രംഗത്ത് വന്നിട്ട് റസൂലുള്ളാഹിനെ വിളിക്കാൻ പറ്റൂല, യാ റസൂലല്ലാഹ് എന്ന് ഇസ്തിആദ ചെയ്യാൻ പറ്റൂല എന്ന വാദവുമായി രംഗത്ത് വന്നപ്പോൾ ഇബ്നു തൈമിയയുടെ കാലഘട്ടത്തിലെ വലിയ പണ്ഡിതനാണ് ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ മനസ്സിലാക്കി, തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇദാ ദഹറത്തിൽ ബിദ്അ ഫസഖത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. പുത്തനാശയക്കാര് വന്ന് ഇവിടെ ദീനിനെ മലീമസപ്പെടുത്തുമ്പോ അള്ളാഹുവിന്റെ ദീൻ പഠിച്ച ആലിമീങ്ങൾ മൗനം പാലിച്ചാൽ ലാനത്ത് സംഭവിക്കുമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഹബീബായ തങ്ങളെ വിളിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ഇബ്നു തൈമിയയുടെ വാദം പൂർവകാല ഒരൊറ്റ പണ്ഡിതനും മഹാനും ഉൾക്കൊള്ളാത്ത വിഷയമാണ് എന്ന് പറഞ്ഞ് പരിശുദ്ധ ഇസ്ലാം അത് സുന്നി പ്രസ്ഥാനമാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണെന്ന് സ്ഥിരീകരിച്ച് സാക്ഷ്യപ്പെടുത്തി എഴുതിയ കൂട്ടത്തിൽ അവിടുന്ന് പറയാണ്, അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്. വലം യുൻകിറു അഹദുൻ ദാലിക ഹത്താ ജാ ഇബ്നു തൈമിയ എന്ന വ്യക്തി വരുന്നത് വരെ ലോകത്ത് കഴിഞ്ഞു പോയ ഒരൊറ്റ മഹാനും പണ്ഡിതനും ഹബീബായ തങ്ങളടക്കമുള്ള മഹാന്മാരെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ വാദം ഖുർആൻ നിരക്കാത്തതാണ്, ഇത് ഹദീസിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്, ഇത് മർദൂദാണ്, തള്ളപ്പെടേണ്ടതാണെന്ന് പറഞ്ഞ് പരിശുദ്ധ ഇസ്ലാം സുന്നി പ്രസ്ഥാനമാണെന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാര് സാക്ഷ്യപ്പെടുത്തിയ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടില്ലേ, അവസാന കാലഘട്ടം വരുമ്പോ ഈ ഉമ്മത്ത് 73 പിരിയുമെന്നും കുല്ലുഹും ഫിന്നാർ, മുഴു പ്രസ്ഥാനങ്ങളും നരകത്തിലാണ്, ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒന്നേ സ്വർഗത്തിലേക്കുള്ളൂ. അപ്പൊ സ്വഹാബത്ത് തങ്ങളോട് ചോദിക്കുകയാണ്, ഖാലു മൻ ഹിയ യാ റസൂലല്ലാഹ്, ഏതാണ് ആ സ്വർഗീയ സത്യപ്രസ്ഥാനം? ഖാൽ, അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിന് തങ്ങൾ നൽകിയ വിവരം, ഖാൽ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്. ആ ആശയം അസ്ഹാബ് അയിമ്മത്തിന് കൈമാറി. അയിമ്മത്തുകളിൽ നിന്ന് മുജ്തഹിദുകളായ അയിമ്മത്തിലൂടെ, ഖുർആന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമായിലൂടെ നമ്മിലേക്ക് കൈമാറി. ഷാഫി മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫി റളിയല്ലാഹു അൻഹു അറിയൂലേ? ഇമാം നവവി തങ്ങളെ പരിചയമല്ലേ ചെറുപ്പക്കാരെ? നവവി ഇമാമിന്റെ താരീഖ് മറിച്ചു നോക്കിയാൽ കാണാം 40-45 കൊല്ലം അവിടുന്ന് ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ ചെറിയ കാല ആയുസ്സിനിടക്ക് കല്യാണം കഴിക്കാൻ മറന്ന മഹാനാണ്. പിന്നെ എന്താ പണി? പകൽ സമയത്ത് സുന്നത്ത് നോമ്പാണ്, അതോടുകൂടി കുട്ടികൾക്ക് ദർസ് നടത്തി കൊടുക്കലാണ്. അല്ലേ? ഇന്ന് ഇൽമിന്റെ വഴിയൊക്കെ അതാ ശുഷ്കിച്ചു പോയി. നമ്മുടെ പഴയകാല പള്ളി മഹല്ല് ജമാഅത്തുകളിലൊക്കെ നൂറുകണക്കിന് കുട്ടികൾക്ക് മുദരിസമാര് ദർസ് നടത്തിയിരുന്ന വലിയ പള്ളികളൊക്കെ അതാ ഇന്ന് പുത്തനാശയക്കാര് കമ്മിറ്റികളിൽ മഹല്ല് ജമാഅത്തിൽ കയറിക്കൂടിയിട്ട് എന്തിനാപ്പോ അന്യനാട്ടിൽ നിന്ന് വന്ന മുത്തഅല്ലിമീങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്ത് ചോറ് കൊടുത്ത് അവരെ വളർത്തിയെടുക്കുന്നത് എന്തിനാ? നമ്മുടെ കുട്ടികൾ പഠിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പല ന്യായങ്ങളും പറഞ്ഞ് കുരുട്ടുബുദ്ധി ഉപയോഗിച്ച് ദർസുകളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി വഹാബികൾ മഹല്ല് ജമാഅത്തുകളിൽ കയറിപ്പറ്റിയിട്ടുണ്ടെങ്കിലും എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമിന്റെ വഴിയിലേക്ക് കടന്നു വന്ന മുത്തഅല്ലിമിന് സ്വർഗത്തിന്റെ വഴി എളുപ്പമായെന്നാണ് തങ്ങൾ പറഞ്ഞത്. നമ്മുടെ മുദരിസന്മാരുടെ അടുത്തേക്ക് മുത്തഅല്ലിമുകൾ ഇൽമു പഠിക്കാൻ വേണ്ടി വന്നാൽ ആദ്യം മീസാൻ മറിച്ചു കൊടുത്തിട്ട് വായിച്ചു കൊടുക്കും, മോനെ ഫഅല ഫഅല ഫഅലു ഫഅല സുഅതു വഹദാൻ മുദക്കർ ഗായിബ് അത് ഇസ്ബാത്ത് ഫഇൽ മാദി മഅറൂഫ് ളമീർ ദറു ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അൻത അൻതുമാ അൻതും അൻതി അൻതുമാ അൻതുന്ന അന നഹ്നു എന്നൊക്കെ പറഞ്ഞ്
അജ്നാസ് സൂറ ഓതിക്കൊടുത്ത്, കുബറ ഓതിക്കൊടുത്ത്, സഞ്ചാനിലെ അസുലൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുത്ത്, അവാമിലോതുമ്പോ തെർക്കീബ് വെക്കാൻ പഠിപ്പിച്ചു കൊടുത്ത്, തഖ്ലി സനദൊന്നും കൂടെ കറക്റ്റ് ചെയ്ത് തുഹ്ഫ നഹ്വിന്റെ കായികകൾ മനസ്സിലാക്കാൻ, അങ്ങനെ ഇബ്നു മാലിക് തങ്ങൾ അൽഫിയ മറിച്ചിട്ട് നഹ്വിനെ ഒന്നും കൂടെ ഉറപ്പിക്കാൻ, ഖായിദ ഒന്നും കൂടെ ഉൾക്കൊള്ളാൻ, ഒന്നും കൂടെ കറക്റ്റ് ചെയ്യാൻ. ഖല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലികി അഹ്മദു റബ്ബില്ലാഹ ഖൈറ മാലികി മുസല്ലിയൻ അലർ റസൂലിൽ മുസ്തഫാ വആലിഹിൽ മുസ്തക്മിലീന ശുറഫാ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ, ഹബീബിന്റെ ഹദീസ് ഉൾക്കൊള്ളാൻ, ദീനി ഉലൂമുകൾ മനസ്സിലാക്കാൻ, ഇബാറത്ത് തെറ്റുകൂടാതെ വായിക്കാൻ, നഹ്വിന്റെ ഖായിദ ഉൾപ്പെടെ പഠിക്കുന്ന മുതഅല്ലിമുകൾക്ക് ഹദീസും ഖുർആന്റെ തഫ്സീറും ഒക്കെ ദർസ് നടത്തുന്ന പണിയാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ പണി. രാത്രി കുറഞ്ഞ സമയമൊന്നു ഉറങ്ങും തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി. അത് കഴിഞ്ഞാൽ നീണ്ട ഖിയാമുൽ ലൈലാണ്, നിസ്കാരമാണ്. ബാക്കി കിട്ടുന്ന സമയം പരിശുദ്ധ ഇസ്ലാം അത് സുന്നി പ്രസ്ഥാനമാണ്, അഹ്ലു സുന്ന മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള സകല പുതിയ ആശയവും പിഴച്ചതും അതാ വഴികേടിത്തരത്തിലുമാണെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കിതാബ് രചന നടത്തുമ്പോൾ ഇതുപോലെ മെർക്കുറികളും കരണ്ടും ട്യൂബ് ലൈറ്റും ഒന്നും ഇല്ലാത്ത, ഇലക്ട്രോണിക് ഉപകരണങ്ങളില്ലാത്ത കാലഘട്ടം, ചെറിയ സൈത്തിന്റെ റാന്തലിന്റെ മുമ്പിൽ ഇമാം നവവി തങ്ങൾ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ പെടുന്നനെ കാറ്റടച്ചു. അതാ ലൈറ്റ് കെട്ടുപോയി, ഇരുട്ടായിപ്പോയി, കണ്ണ് കാണുന്നില്ല. അസമയം ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ ആശിഖും മുഹിബുമായ ഇമാം നവവി തങ്ങൾ മനസ്സ് വിഷമിച്ചു പറഞ്ഞു, അല്ലാ, എൻ്റെ ദിഹ്നിൽ, എൻ്റെ ഖൽബിൽ ഒരുപാട് ഉലൂമുകൾ, നിന്റെ ദീനിന്റെ ഉലൂമുകൾ ഞാൻ കൊണ്ടുവന്ന് എഴുത്ത് അതാ ഇരുട്ടായത് കാരണം എഴുതാൻ കഴിയുന്നില്ല, പ്രയാസാണല്ലോ എന്ന് ചിന്തിക്കുമ്പോഴേക്ക് ഇമാം നവവി തങ്ങളുടെ കറാമത്ത് കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കയ്യിന്റെ വിരലിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രകാശിപ്പിക്കാൻ തുടങ്ങി. എഴുത്ത് തീരുന്നത് വരെ പ്രകാശം അണഞ്ഞില്ല. അത്രയും വലിയ കറാമത്തിന്റെ അഹ്ലുകാർ, അതിന്റെ അവരുടെ ഉസ്താദിന്റെ ഉസ്താദ് ഇമാം റാഫി റളിയല്ലാഹു അൻഹു ഇതുപോലെ അതാ കിതാബ് രചന നടത്തുമ്പോ മുമ്പിലുള്ള ലൈറ്റ് അണഞ്ഞപ്പോ തൊട്ടടുത്ത മരത്തിൽ നിന്നതാ പ്രകാശം ചൊരിതു കൊടുത്തത് അയിമ്മത്ത് രേഖപ്പെടുത്തുകയാണ് അവരുടെ കറാമത്തായിട്ട്. അങ്ങനെയുള്ള ഒരു ഖിലാഫുൽ ഔല, നല്ലതിന് എതിരുപോലും ജീവിതത്തിൽ സംഭവിക്കാത്ത വറഅുള്ള ആലിമീങ്ങളിലൂടെ, മഹാന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് മക്കളെ. ആ സുന്നികൾക്ക് മാത്രമേ, സുന്നി അഖീദയിൽ ഉറച്ചവർക്ക് മാത്രമേ അല്ലാഹ് ബഹുമാനിച്ചവരെ ബഹുമാനിക്കാൻ പറ്റൂ, അല്ലാഹ് ആദരിച്ചവരെ ആദരിക്കാൻ പറ്റൂ, അല്ലാഹ് സ്നേഹിച്ചവരെ സ്നേഹിക്കാൻ പറ്റൂ, അല്ലാഹ് പിന്തുടരാൻ പറഞ്ഞവരെ പിന്തുടരാൻ പറ്റൂ. അതുകൊണ്ട് സുന്നി ആശയത്തിൽ അടിയുറച്ച് മൗത്ത് വരെ നിലനിൽക്കാനും ഖിയാമം വരെയുള്ള നമ്മുടെ തലമുറകൾ അല്ലാഹ് നിലനിർത്തി തരട്ടെ. സകല പുതിയ വഹാബി, സലഫി, മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി, അതേ ഖാദിയാനി, തബ്ലീഗ് ജമാഅത്ത് അടക്കമുള്ള സകല പുതിയ ആശയങ്ങളിൽ നിന്നും അല്ലാഹു ഈ ഉമ്മത്തിനെ കാത്തു സലാമത്താക്കട്ടെ. ഞാൻ സംസാരം ചുരുക്കുകയാണ്. മഹാന്മാരായത് ഇവിടെ അതാ മറവട്ട മഹാന്മാരായ സാദാത്തുക്കൾ, ഔലിയാ, ഇവർക്ക് വലിയ ദറജ കിട്ടിയത്, അസ്ഹാബിന് ഖബൂലിയത്ത് കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്. അത് മഹബ്ബത്തു റസൂലില്ലാഹി, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചതുകൊണ്ടാണ്. ആശിഖുർ റസൂൽ ഉമർ ഖാദി തങ്ങൾ പറഞ്ഞതുപോലെ ഹബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ, അമാലുകളിൽ മഹത്വമുള്ള അമൽ അത് ഹബീബായ തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ഞാൻ ചോദിച്ചോട്ടെ, അല്ലാഹുവിന്റെ ഹബീബിനെ ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കളവ് പറയും, എങ്ങനെ അഴിബത്ത് പറയും, എങ്ങനെ ഫിതനുണ്ടാക്കും, എങ്ങനെ ഫസാദ് ഉണ്ടാക്കും, എങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ ഹബീബിന്റെ സ്നേഹികൾക്ക് എങ്ങനെ കുറവാക്കി സംസാരിക്കാൻ പറ്റും?
അഹ്ലുസുന്നയുടെ ഉലമാ അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കൾ അനന്തരക്കാരായ ഉലമാനെ സംബന്ധിച്ച് പ്രയാസപ്പെടുത്തുന്ന വാക്ക് പറയാൻ ഹബീബിന്റെ സ്നേഹികൾക്ക് എങ്ങനെ കഴിയും? ഹബീബിന്റെ ശറഫാക്കപ്പെട്ട രക്തം ശരീരത്തിൽ നടക്കുന്ന സാദാത്തുക്കളെ എങ്ങനെ കുറവാക്കാൻ പറ്റും? അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹികൾ എങ്ങനെ മുസ്ലിം ചെറുപ്പക്കാരെ അഫ്ദലുൽ ഇൽമുൽ ഹാൽ എന്ന നിലക്ക് തങ്ങളെ സ്നേഹികൾ എങ്ങനെ കഞ്ചാവ് വലിക്കും, എങ്ങനെ ഹാൻസ് വെക്കും, എങ്ങനെ പാൻപരാഗ് ചവക്കും, എങ്ങനെ മധു തിന്നും? ഹബീബിന്റെ സ്നേഹികളായ മുസ്ലിം ചെറുപ്പക്കാരികൾ ഉൾപ്പെടെ, സഹോദര സഹോദരിമാരുൾപ്പെടെ, കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും, സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും വീട്ടിലിരിക്കുന്നവരും പുറത്തു പോകുന്നവരും ഹറാമിന്റെ സിനയിൽ ഇന്ന് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇന്റർനെറ്റിലും ചാറ്റിങ്ങിലും മെസ്സേജിലും മിസ്കാളിലുമായിട്ട് അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തിയിട്ട് എങ്ങനെ സിനയിലായിട്ട് ജീവിക്കും? വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ. നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്, അത് വളരെ നിന്ദ്യമാണെന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുമ്പോ ആ ഖുർആന്റെ വലിയ മുഫസ്സിറായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം മുസ്ലിം ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യാണ്. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു വ്യഭിചാരിയും ആ വിഷയത്തിൽ ഏർപ്പെടുന്ന സമയം അല്ലാഹു ഈമാൻ അവനിൽ വെച്ചേക്കില്ല. അപ്പൊ അന്യ സ്ത്രീ പുരുഷ ബന്ധം, സ്നേഹം ഏതൊരു മനുഷ്യനുണ്ട് അവന്റെ ജീവിതം സിനയാണ്. അൽ ഐനാനി സിനാഹുമാ നദർ. കണ്ണിന്റെ വ്യഭിചാരമാണ് അന്യ സ്ത്രീ പുരുഷ ദർശനം, കയ്യിൻ്റെത് സ്പർശനം, കാലിൻ്റെത് നടത്തം, കൽബിൻ്റെത് ചിന്ത. ഇങ്ങനെ ചാറ്റിംഗ് അടക്കം മെസ്സേജിന് നിന്റെ കയ്യിനെ നീ ചലിപ്പിക്കുന്നോ അത് മുഴുവനും സിനയാണ്, കുല്ലും ഹറാം. ഈമാൻ അല്ലാഹു മാറ്റിവെച്ചു. നിനക്ക് അറ്റാക്ക് സംഭവിച്ചാൽ, നീ യാത്രയിൽ അപകടം പെട്ട് നിനക്ക് മൗത്ത് സംഭവിച്ചാൽ ഈമാനില്ലാതല്ലേ നിന്റെ പിരിയൽ. മഅദല്ലാഹ്, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അമാ അലിംതും അന്ന സിന യുരിസുൽ ഇഫ്തിഖാർ. അറിയോ നിങ്ങൾക്ക്, സിനയുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളെ ദാരിദ്ര്യം കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും, പരമദരിദ്രനാക്കും. അത് ഈമാനില്ലാതെ ദരിദ്രനാക്കും, സാമ്പത്തികല്ലാതെ ദരിദ്രനാക്കും. ഈമാന്റെ നൂറിന് അല്ലാഹു നഷ്ടപ്പെടുത്തും. ദുനിയാവിൽ കടുത്ത പരീക്ഷണം നിനക്ക് നൽകിയിട്ട് ഖബറിലേക്ക് അല്ലാഹു നിന്നെ മടക്കൂ. ആ ഓർമ്മ എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും മനസ്സിലുണ്ടായിട്ട് വല്ല സ്ത്രീ പുരുഷ ഹറാമിന്റെ സ്നേഹം എന്റെ സൗണ്ട് കേൾക്കുന്നവരിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഉറൂസിന്റെ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷ്യപ്പെടുത്തി സ്റ്റോപ്പ് ചെയ്യണം. ഒരു സിനയും വേണ്ട. ഓ മുസ്ലിം പെൺകുട്ടികൾ, ഇന്ന് പരിഷ്കാരത്തിന്റെ പിറയിൽ, ഫാൻസിയുടെ പിറകിലായിട്ട്, മൈലാഞ്ചി ട്യൂബിന്റെ പിറകിലോടിയിട്ട് ബ്യൂട്ടി പാർലറിൽ പോകുന്ന മുസ്ലിം പെണ്ണുങ്ങൾ എങ്ങനെ ഹബീബിന്റെ സ്നേഹികളാകും? ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്തിട്ട്, മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട്, മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട്, ഒരു കയ്യിൽ മൊബൈലും മറു തോളിൽ ബാഗും, ബോഡി ഷേപ്പ് പർദ്ദ ധരിച്ച്, മുടി ഷാമ്പ് തേച്ച് പാറിപ്പിച്ച്, അള്ളാഹുവിനെ ചിന്തിക്കാതെ അന്യ ആണുങ്ങളെ വശപ്പെടുത്താൻ വേണ്ടി പുറത്തിറങ്ങി നടക്കുന്ന ആഖിർ സമാനിലെ പെണ്ണുങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ ഈ കാലഘട്ടത്തിലെ പെണ്ണിനെ സംബന്ധിച്ച് ഹബീബായ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് സാക്ഷ്യപ്പെടുത്തി, ലാ യദ്ഖുലുൽ ജന്ന. അത്തരം പരിഷ്കാരി പെണ്ണുങ്ങൾക്ക് സ്വർഗമില്ലെന്നും, വലാ യജിദന റീഹഹ, സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കാൻ അല്ലാഹു അവർക്ക് അവസരം കൊടുക്കില്ല. ഇങ്ങനെയുള്ള ഹറാമികളായ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വർധനവ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പുത്തനാശയക്കാരുടെ വർധനവ്. ഈ അരാജകത്വം, അനാശാസ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ, നാട്ടിൽ വ്യാപകമായപ്പോൾ ചെറിയ ചെറിയ തെറ്റ് ചെയ്യാത്ത പ്രസവിച്ച് വീഴുന്ന കുരുന്നു മക്കൾ പോലും ബ്ലഡ് ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സകല കുടുംബത്തിനെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കുടുംബജീവിതത്തിലെ സമാധാനം അല്ലാഹു നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, കുടുംബജീവിതത്തിലെ സന്തോഷം അല്ലാഹു എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹറാമുകൾ നിർത്തിവെക്കണേ മുസ്ലിമീങ്ങളെ. ഈ ദുനിയാവിൽ കാലാകാലം ജീവിക്കുന്നു തോന്നണ്ട. 63 എത്തിയപ്പോഴാണ് ഹബീബിന്റെ ഹളറത്തിൽ മലക്കുൽ മൗത്ത് വന്ന് സമ്മതം ചോദിച്ചു. ഇപ്പോഴും മദീനയിൽ വിശ്രമിക്കാണ്. ആ ഉപ്പാപ്പ തങ്ങൾ കൈമാറിയ പരിശുദ്ധ ദീനിനെ നീ കളങ്കപ്പെടുത്താൻ ഇന്ന് കാസർഗോഡ് ജില്ലയിലും കർണാടകയിലും ഉൾപ്പെടെ വിവാഹ വിഷയം വളരെ മലീമസപ്പെടുത്താൻ വേണ്ടിയിട്ട്
മഞ്ഞ കല്യാണം എന്ന പേരിൽ ഹൈന്ദവ ആചാരം മുസ്ലിം വിഷയത്തിലേക്ക് കടത്തിക്കൂട്ടിയിട്ട് ഈ ദീനിനെ നശിപ്പിക്കാൻ നീ ശ്രമിച്ചാൽ അള്ളാഹു നിന്നെ വെറുതെ വിടൂല. ഇത് പരിശുദ്ധ ദീന്, ഇത് നിന്റെ കുട്ടിക്കളിയല്ല, ഇത് നിനക്ക് തോന്നിയതുപോലെ കയറൂരി നടക്കാനുള്ളതല്ല, നിനക്ക് പരിധി വിട്ട് ജീവിക്കാനുള്ളതല്ല. പരിശുദ്ധ ഇസ്ലാം അതിനെ കൈമാറാൻ വേണ്ടി ഹബീബായ തങ്ങൾ കിടന്നാൽ ഉറക്കില്ലാതെ പാതിരാത്രികളിൽ യാത്ര ചെയ്തിട്ട് നാട്ടിൽ നിന്ന് നാട്ടുകാര് സ്വന്തം ജനിച്ച വളർന്ന നാട്ടിൽ നിന്ന് നാട് കടത്തിയിട്ട് സ്വന്തം കുടുംബക്കാര് പ്രയാസപ്പെടുത്തിയിട്ട് വെള്ളം മുടക്കി ഭക്ഷണം മുടക്കിയിട്ട് എത്രത്തോളം ശറഫാക്കപ്പെട്ട തങ്ങളെ പവിത്രമായ കൈ ഇസ്ലാമിന്റെ ഖിദ്മത്തിൽ പാറയിൽ തട്ടിയിട്ട് കൈയിൽ നിന്ന് ബ്ലഡ് ചീറ്റി ഒഴുകിയപ്പോ അവിടെ നിന്ന് പറഞ്ഞത് ഹൽ അംതി ഇല്ലാ ഇസ്ബഉൻ ദമീതി വഫീ സബീലില്ലാഹി മാ ലഖൈതി. ഓ കയ്യേ, നീ വെറും ഒരു കൈയല്ലേ, ഈ കൈ പോയതുകൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ യുദ്ധത്തിന്റെ രണാങ്കളത്തിൽ നിന്ന് പിറകോട്ട് മാറാൻ എനിക്ക് കഴിയുമോ എന്ന് പിടക്കുന്ന രക്തമൊഴുകുന്ന കൈയിനെ നോക്കി ആദർശ പ്രസ്ഥാനം കൈമാറിയ ഹബീബായ തങ്ങളെ ഉൾക്കൊണ്ട അയിമ്മത്തുകൾ പരിശുദ്ധ ഇസ്ലാമിൽ അടിയുറച്ചതിന്റെ പേരിൽ തിളച്ചുമറിയുന്ന വലിയ ചെമ്പിലെ എണ്ണയിലേക്ക് ഇമാമിങ്ങളെ പപ്പടം പൊരിച്ചെടുക്കുന്നത് പോലെ മുക്കിയെടുത്തിട്ട് ഈ വിശുദ്ധ ദീനിന് വേണ്ടി അവർക്ക് നൽകിയ സകല സർവവും സകല സമ്പത്തുൾപ്പെടെ ജീവൻ ഉൾപ്പെടെ മുഴുവനും പരിശുദ്ധ ദീനിന് കൈമാറിയിട്ട് ആ ദീനിനെ നമ്മുടെ ഭാര്യമാരെ കൊണ്ടോ പെൺമക്കളെ കൊണ്ടോ പെങ്ങന്മാരെ കൊണ്ടോ നമ്മുടെ ഹറാമിന്റെ ജീവിതം കൊണ്ടോ നാം വിഷമിപ്പിച്ചാൽ, നാം പ്രയാസപ്പെടുത്തിയാൽ, നാം കളങ്കപ്പെടുത്തിയാൽ അത് ഹബീബായ തങ്ങൾക്ക് സഹിക്കൂല. അള്ളാഹുവിന്റെ ഹബീബിന് സഹിക്കാത്തത് അള്ളാഹ്ക്ക് സഹിക്കൂല. അതുകൊണ്ട് ഹറാമിന്റെ ജീവിതം സ്റ്റോപ്പ് ചെയ്യണേ. ഒരു അയ്ബത്തും വേണ്ട, ഒരു ഫിത്നയും വേണ്ട, ഒരു ഫസാദും വേണ്ട, ഒരൊറ്റ ആലിമീങ്ങളെയും ചീത്ത പറയണ്ട, ഒരു നാട്ടിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, ഒരു വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിലും അകപ്പെടണ്ട, ഒരു പുതിയ ആശയത്തിലും പെടണ്ട. അഹ്ലുസുന്നത്തി വൽ ജമാഅയാകുന്ന സത്യപ്രസ്ഥാനത്തിൽ ആലിമീങ്ങളുടെ ഉലമാഇന്റെ സാദാത്തുക്കളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ചെറിയ കാല ആയുസ് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ സമർപ്പിക്കണേ മുസ്ലിമീങ്ങളെ. ഈ ദുനിയാവിന് നിലനിൽപ്പില്ല. ഇവിടെ മറപ്പെട്ട മഹാന്മാരടക്കം ഇത് ഔസുൽ ആലമിന്റെ മാസമാണ്. സകല ഔലിയാവും ഈ ഉമ്മത്തിന് നൽകിയ വിവരം എന്താണ്? അദ്ദുനിയാ ദാറുൽ ഫനാ. ഈ ദുനിയാവ് നശിക്കുന്ന ലോകമാണ്. ഇവിടത്തെ ഉമ്മ വാപ്പ നിലനിൽക്കൂല, ഇവിടത്തെ ഭാര്യ ഭർത്തൃ ജീവിതത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കള് നിലനിൽക്കൂല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരവും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും നിലനിൽപ്പില്ല. നിലനിൽക്കുന്ന ലോകം വൽ ആഖിറതു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ആഖിറമാണ്. അല്ലാഹുവിന്റെ ഖുർആൻ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വൽ ആഖിറതു ഖൈറും വഅബ്ഖാ. അതുകൊണ്ട് നീണ്ടകാല ജീവിതത്തിലേക്ക് സമ്പാദിക്കാനുള്ള സമ്പാദ്യമാണ് മുസ്ലിമായ ഈമാനുള്ള മനുഷ്യരുടെ ദുനിയാവിലെ ചെറിയ ഉംർ ആയുസ്. അതുകൊണ്ട് അല്ലാഹുവിനെ അറിയണേ, ഖൽബിൽ നിറക്കണേ. മഹബ്ബത്തു റസൂലില്ലാഹ്, ആ തങ്ങളെ ഖൽബ്, ആ തങ്ങളെ ഹുബ്ബ് ഖൽബിൽ നിറഞ്ഞാൽ പിന്നെ ഹറാമിന്റെ ചിന്തയില്ല. മുസ്ലിം ചെറുപ്പക്കാരികളെ, നിങ്ങൾ സ്വകാര്യ റൂമിൽ സ്വകാര്യമായിട്ട് അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് നീലചിത്രം കണ്ട് ആസ്വദിക്കുന്നുണ്ടോ? മാപ്പിളപ്പാട്ട് കണ്ട് ആസ്വദിക്കുന്നുണ്ടോ? സിനിമയും സീരിയലും പട്ടുറുമാലും ഉൾപ്പെടെ ഹറാമിലായിട്ട് കഴിഞ്ഞുകൂടുന്ന മുസ്ലിം ചെറുപ്പക്കാരികളെ മുഴുവനും മൊബൈലിൽ നിന്നും ഖൽബിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ട് ഖൽബിൽ നിറച്ച ഹുബ്ബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തങ്ങളെ ഹുബ്ബ് ഖൽബിൽ നിറയാൻ അവിടത്തെയുമായി ബന്ധം സ്ഥാപിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എൻ്റെ സംസാരം ചുരുക്കി. അതേ സ്വഹീഹുൽ ബുഖാരിക്ക് നമ്മൾ ബുഖാരി മറിച്ച് നോക്കിയിട്ട് കുട്ടികൾക്ക് കിതാബ് ഓതി കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിക്ക് ഹെഡിങ് കൊണ്ടുവന്നത് കൈഫ കാന ബദഉൽ വഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക് വഹയിൻ്റെ തുടക്കം എങ്ങനെ. ആ ഹെഡിങ്ങിൽ ഇമാം ബുഖാരി ആദ്യം കൊണ്ടുവന്ന ഹദീസ് ഏതാ? നിങ്ങൾക്കറിയാം, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നിശ്ചയം എല്ലാ അഅ്മാലുകളും മഖ്ബൂലാകുന്നത്, സ്വീകാര്യമാകുന്നത് നിയ്യത്തുകളെ കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ നിസ്കാരത്തിന് നിയ്യത്ത് വെക്കും, അല്ലേ? വുളു എടുക്കുമ്പോൾ നിയ്യത്ത് വെക്കും. നിയ്യത്തില്ലാതെ ഒരാൾ മുഖം കഴുകി കയ്യും കാലും കഴുകി വുളുവാവോ?
നിയ്യത്തില്ലാതെ ഒരാളെ നിസ്കാരം പോലെ കാട്ടിയാൽ അതൊരു എക്സസൈസ് ആകും, നിസ്കാരാകൂല. ഹജ്ജിനും ഉംറക്കും നിയ്യത്ത് വേണം, കുളിക്ക് ഉഴസലിന് നിയ്യത്ത് വേണം, സോമന് നോമ്പിന്